ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു ബുദ്ധ മന്ദിരമൊക്കെ പോലുള്ള ഭയങ്കര കാമാൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അവിടേക്ക് ഒരാള് തല കീഴായിട്ട് ഒരു റോപ്പിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇവളാണ് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ലാറ. അവളിപ്പോ ആ ഒരു കയറി കൂടെ മെല്ലെ ഊർന്നിട്ട് ഇപ്പൊ നിലത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ലാറ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് അകലെയായിട്ട് എന്തോ ഒരു തിളങ്ങുന്ന വസ്തു ഉണ്ട്. ഇതെടുക്കാനാണെന്ന് തോന്നുന്നു അവൾ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അവളുടെ ഗണ്ണൊക്കെ ആയിട്ട് മെല്ലെ മെല്ലെ ആ ഒരു വസ്തുവിന്റെ അടുത്തേക്ക് അവളിങ്ങനെ നടന്നു വരികയാണ്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു റോബോട്ട് അവിടേക്ക് വരുന്നുണ്ട്. ഈ റോബോട്ട് അവൾ ആക്രമിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ ആ റോബോട്ടും ലാറയും കൂട്ടിയിട്ട് അവിടെ കിടന്ന് നല്ല രീതിക്ക് തന്നെ ഫൈറ്റ് ചെയ്യാണ്. എന്താ പറയാ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു റോബോട്ട് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിനെ എത്ര ഷൂട്ട് ചെയ്തിട്ടും അത് നശിക്കുന്നുണ്ടായിരുന്നില്ല. അത് വീണ്ടും വീണ്ടും എണീറ്റ് വന്നിട്ട് ലാറേന്റെ അടുത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാറയ്ക്കാണെങ്കിൽ സൈഡ് കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണ് ഈ റോബോട്ടിന്റെ മുകളിലേക്ക് വലിച്ചിടുന്നുണ്ട്. ഇപ്പൊ റോബോട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് വിചാരിച്ചിട്ട് അവള് മെല്ലെ നടന്നിട്ട് ആ ഒരു വസ്തു എടുക്കാനായിട്ട് പോവാണ്. എന്നാൽ അപ്പോഴും ആ ഒരു റോബോട്ട് കേടായിട്ടുണ്ടായിരുന്നില്ല. അത് ചാടി എണീറ്റിട്ട് അവളുടെ നേരെ പാഞ്ഞു വരികയാണ്. ഇപ്പൊ ലാറ ഒരു കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അനുസരണയുള്ള ഒരു ഡോഗിനെ പോലെ നമ്മുടെ ഈ റോബോട്ട് അവിടെ ഇങ്ങനെ നിൽക്കാണ്. ഇപ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ലാറ ട്രെയിനിങ് എടുക്കുന്ന ഒരു സ്ഥലമാണത്. ഈ ഒരു ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ലാറ ഇവിടെ വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോബോട്ടാണത്. ഇപ്പൊ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ റോബോട്ടിനെ വിളിച്ചോണ്ട് അവളിപ്പോ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. ആ റോബോട്ടിനെ ചവിട്ടി കൂട്ടിയിട്ട് അവൾ ഒരു ഇഞ്ച് പരുവാക്കിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ബ്രേസ് പറയാണ്, എന്താണ് ലാറ നീ കാണിച്ചു വെച്ചേക്കുന്നത്, എനിക്കിതിനകത്ത് ഇനി ഒരുപാട് പണിയെടുക്കേണ്ടി വരുമല്ലോ എന്നിങ്ങനെ പറയാണ്. ബ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവന്റെ ജോലി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു റോബോട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ അവളുടെ വീട്ടിലുള്ള സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ബ്രേസിന്റെ ഒരു പരിപാടികൾ. ലാറയുടെ മാനേജർ ആയിട്ടുള്ള ഹിലറി അങ്ങോട്ടേക്ക് വരികയാണ്. ഹിലറി ആയിട്ട് ഇപ്പൊ പല കാര്യങ്ങളും സംസാരിച്ചിട്ട് ലാറ പുള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ലാറയുടെ അമ്മയച്ചനൊക്കെ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഈ ഒരു കൊട്ടാരം പോലുള്ള വീട്ടില് അവളുടെ കൂടെ ഹിലറിയും ബ്രേസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയത്ത് ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റലിയിലെ വെനീസ് എന്ന് പറയുന്ന ആ ഒരു നഗരം, നമ്മളൊക്കെ ഒരുപാട് കഥകളിലൂടെയൊക്കെ കേട്ടിട്ടുള്ള ഇലുമിനാറ്റീസിന്റെ ഒരു മീറ്റിംഗ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5000 വർഷം കൂടുന്ന സമയത്ത് മാത്രം നടക്കുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസം. സൂര്യനും മറ്റ് ഗ്രഹങ്ങളും കൂടി നേർരേഖയിൽ വരുന്ന ഒരേ ഒരു സമയം. അതിപ്പോ ഒരാഴ്ചക്കുള്ളിൽ സംഭവിക്കാനായിട്ട് പോവാണ്. ഈ സമയത്ത് അവർക്കൊരു പ്രത്യേകതരം കാര്യം ചെയ്യാനുണ്ട്. ആ ഒരു കാര്യം അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ